ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു. രാജ്യസഭ തിങ്കളാഴ്ചത്തേക്ക് വരെയാണ് പിരിഞ്ഞത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിലും ചർച്ചയാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയെങ്കിലും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ലോക്സഭ വൈകിട്ട് 3 മണിവരേക്ക് പിരിയുകയുമായിരുന്നു. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വോട്ട് മോഷണവും അനധികൃത വോട്ട് ചേർക്കലും ആരോപിച്ച് ഇന്ത്യാ സഖ്യം പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. വിവിധ ഭാഷകളിൽ വോട്ട് മോഷണം എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തി പാർലമെന്റിനുള്ളിലെ മഗർദ്വാറിലായിരുന്നു പ്രതിഷേധം. माननीय सदस्यगण, मैं पुनः आपसे आग्रह कर रहा हूं, आज शुक्रवार 377 का मैटर भी लिया. People have elected you to represent them decently. You are supposed to behave responsibly and decently. This is not the way. This is not done. Entire country is watching. Entire nation is watching. I take a very... ഇനി ലോക്സഭ വീണ്ടും ചേരുന്നതിന് 1.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. 3 വരെയാണ് ലോക്സഭ പിരിഞ്ഞിരിക്കുന്നത്. ലോക്സഭ ഇനി 3 മണിക്ക് ചേരുമ്പോഴും ഇതേ വിഷയങ്ങൾ തന്നെ പ്രതിപക്ഷം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രമേൽ സുപ്രധാനമായ വിഷയമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ദേശത്തിന്റെ മുമ്പിൽ, രാജ്യത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലോക്സഭയിൽ ആ വിഷയം ആളിക്കത്തേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷം വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. 3 മണിയാവുമ്പോൾ ലോക്സഭ പുനരാരംഭിക്കുമ്പോൾ ആ വാർത്തയിലേക്ക് നമുക്ക് തിരികെ എത്താം.